കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നത് ശശി തരൂരിന്റെ മുഖമാണ്. ശശി തരൂർ ഇടത്തേക്കോ വലത്തേക്കോ ഇതൊന്നുമല്ലെങ്കിൽ ഇനി പടിഞ്ഞാറ്റേക്കോ എന്നതാണ് ചർച്ചാ വിഷയം. ശശി തരൂർ ആകട്ടെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം എന്ന അവസ്ഥയിൽ ഇരിക്കാൻ തുടങ്ങി. തരൂർ കൊളുത്തിവിട്ട പടക്കത്തിന് തീ പിടിച്ച് ഇപ്പോൾ പടക്കപ്പുരയ്ക്ക് ആകമാനം തീ പിടിച്ച അവസ്ഥയാണ്. തമ്മിൽ തല്ലാൻ കാരണം കിട്ടിയിരുന്നവരും തല്ലാൻ കാരണം കിട്ടിയിരുന്നവരും തല്ലു കിട്ടാൻ കാത്തിരുന്നവരും ഒക്കെ കൂടി രംഗം കൊഴുപ്പിക്കുന്നുണ്ട്. തരൂർ ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരുന്നിട്ട് ഇടയ്ക്കിട്ട് ഉചിതമായ ചില ചൂണ്ടക്കൊളുത്തുകൾ കൂടി ഇട്ടുകൊടുക്കും. കൃത്യമായി സ്രാവും ചൂരയും നെത്തോലിയും ഒക്കെ അതിൽ വന്ന് കൊത്തും. ചാനലുകാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ചാകരയാണ് തരൂർ ഇളക്കിവിട്ട വിവാദം കാരണം കിട്ടിയിരിക്കുന്നത്. തരൂർ ഇളക്കിവിട്ട വിവാദം പ്രതിപക്ഷ നിരയിൽ സുനാമിയായി ആഞ്ഞടിക്കുകയാണ്. സുനാമിയിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മൊത്തത്തിൽ തുടച്ചുമാറ്റപ്പെടാതിരുന്നാൽ മതി. നേതൃത്വത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ വഷളായ സ്ഥിതിയാണ്. ഇതിന്റെ ഞെട്ടലിലാണ് ഹൈക്കമാൻഡിന് ഇപ്പോൾ ഞെട്ടൽ ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നതാണ് അവസ്ഥ. ഇത് കൂടാതെയാണ് പ്രശ്നം അടിയന്തരമായി തീർക്കാൻ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും RSPയും സൃഷ്ടിക്കുന്ന സമ്മർദ്ദം. 27-ലെ UDF യോഗം ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇതിനിടയിൽ അഖിലേന്ത്യാ നേതാക്കളെ അടിയന്തരമായി കാണാൻ ഒരുങ്ങുകയാണ് ലീഗും. അടിതീർത്തില്ലെങ്കിൽ സ്ഥിതി വഷളാകുമെന്ന മുന്നറിയിപ്പുമായി RSP നേതാവ് ഷിബു ബേബി ജോണും രംഗത്തെത്തി. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളും കടുത്ത പ്രതിഷേധത്തിലാണ്. തരൂർ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ലെന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. എങ്കിലും മുറുമുറുപ്പ് കോൺഗ്രസ് സംഘടനയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നതിന് ഒരൽപ്പം ഒച്ച കൂടുതലുണ്ട്. ആകെ പുകഞ്ഞ് പുക പുറത്തു വരുമ്പോൾ ഇനി മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും മലർന്നു കിടന്ന് തുപ്പേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളവർ പോകുന്നത് പോലെ അല്ല തരൂർ പോകുന്നതെന്നും ഹൈക്കമാൻഡ് പാർട്ടി നേതാക്കളോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. തരൂരിനെ നിരീക്ഷിച്ച് നിലപാടെടുക്കാനും തീരുമാനിച്ചു. അതേസമയം കേരളത്തിലെ നേതാക്കൾക്ക് തരൂരിനെ ഒഴിവാക്കാനാണ് താല്പര്യം. അവഗണിക്കുന്നുവെന്ന വ്യാജേന തരൂരിനെ ശക്തമായ പ്രചരണം ഇവർ തുടങ്ങി. ശശി തരൂരിനെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനോട് അനുഭാവം പ്രകടിപ്പിച്ച ഘടകകക്ഷിയാണ് ലീഗ്. ഹൈക്കമാൻഡിനെ കാണുമ്പോഴും അവർ തരൂരിനെ തള്ളിപ്പറയാൻ തയ്യാറാകില്ല. പോർവിളികൾ അവസാനിപ്പിച്ച് തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള അന്തരീക്ഷം ഒരുക്കണമെന്ന നിർദ്ദേശമാകും മുന്നോട്ട് വെക്കാൻ സാധ്യത. തരൂരിനെ ഹൈക്കമാൻഡിനും അല്പസ്വല്പ പേടിയൊക്കെയുണ്ട്. തരൂർ ചേരിവിട്ടു ചെന്നാൽ സ്വീകരിക്കാൻ മറ്റു മുന്നണികൾ കാത്തുനിൽക്കുന്നുണ്ട് എന്ന ബോധവും തരൂർ പോകാൻ ഇടയുണ്ട് എന്ന പേടിയും കുറച്ചെങ്കിലും കോൺഗ്രസുകാർ വായും പൂട്ടിയിരിക്കുന്നതിന്റെ കാരണമാകുന്നുണ്ട്. തരൂർ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞാൽ അതൊരു ഒന്നൊന്നര പട്ടാഭിഷേകമായിരിക്കുമെന്നും അതോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുച്ചൂട് മുടിയുമെന്നും അറിയുന്നവർ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് തരൂരും ഉറപ്പിച്ചു പറഞ്ഞതോടെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയല്ല എന്ന ബോധം കോൺഗ്രസിനും വന്നു കാണും. അത് വന്നില്ലെങ്കിൽ പാടുപെടും.